ഫ്രണ്ട്സ്, ടീം ഹൈ റേഞ്ച് ബോയ്സ് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ഇപ്രാവശ്യം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇവിടെ കാട് പിടിച്ച് കിടക്കുന്ന 2-2.5 വർഷമായി കാട് പിടിച്ച് കിടക്കുന്ന TVS സ്റ്റാർ സിറ്റി എന്ന് പറഞ്ഞൊരു ബൈക്ക് കിടപ്പുണ്ട്. കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതിന്റെ കോൾഡ് സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സ്നേഹം തരിക. അപ്പൊ നിങ്ങൾ കണ്ടു കാണും, വളരെ പണിപ്പെട്ടിട്ടാണ് ഈ വണ്ടിയുടെ 2 ടയറും നമ്മൾ കറക്കിയെടുത്തത്. ചെളിയിൽ ഇങ്ങനെ കിടന്ന് മണ്ണ് പിടിച്ച് കിടന്ന് ജാമായി പോയി. അപ്പൊ അത് നമ്മൾ തള്ളി നമ്മുടെ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോവാണ്. സുഹൃത്തിന്റെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഇതിന്റെ കോൾഡ് സ്റ്റാർട്ടിംഗ് വർക്ക് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ ബാക്കി നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ തള്ളുവാണ് അങ്ങനെ നമ്മുടെ സുഹൃത്തിന്റെ വർക്ക്ഷോപ്പ്. അടുത്ത് അങ്ങോട്ടേക്കാണ് പോകുന്നത്, നമ്മുടെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. വണ്ടി തള്ളി തള്ളി അവിടെ എത്തിക്കണം. അപ്പൊ ആഞ്ഞു പോട്ടെ, അങ്ങനെ പോട്ടെ. വർഷമായിട്ട് നിർത്തിയിട്ട വണ്ടിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ കാർബറേറ്ററും പ്ലഗ് ഒക്കെ നോക്കാം. കാരണം അതിലേക്കൊന്ന് കിടക്കാൻ പോകും. സ്കൂട്ടർ സ്റ്റാർ സിറ്റിന്റെ കാർബറേറ്റർ കഴിച്ചു നോക്കാം. കുറെ കാലം നിർത്തിക്കൊണ്ടാണ് ഒന്ന് പൂക്കളൊക്കെ ഉണ്ട്. ഇതിനാണ് നമുക്ക് കാർബറേറ്ററിന്റെ മെയിനായിട്ട് വരുന്ന 2 ജെറ്റുകളുണ്ട് ഇതില്. ഇത് മെയിൻ ജെറ്റ്, ഇത് പൈലറ്റ് ജെറ്റ് എന്ന് പറയും. അപ്പോൾ മെയിൻ ജെറ്റിന്റെ ധർമ്മം എന്താ വെച്ചാൽ നമ്മൾ ആവശ്യത്തിനുള്ള പെട്രോള് ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് ഇതുവഴിയാണ് പെട്രോൾ പോകുന്നത്. പിന്നെ പൈലറ്റ് ജെറ്റ് എങ്ങനെ വെച്ചാൽ വണ്ടി സ്ലോ സ്പീഡിൽ നിൽക്കുമ്പോഴുള്ള പെട്രോൾ ഇതുവഴിയാണ് പോവുക. പിന്നെ പെട്രോള് മെയിനായിട്ട് വരുന്നത് ഈ ഫ്ലോട്ട് വഴിയാണ്. ഇതിൽ നീഡിലുണ്ട്, ഇതിനുള്ളിൽ കാർബണിന്റെ നീഡിൽ അയച്ചു നോക്കാം. അതിൻ്റെ നീഡില് ഇത് നമ്മളെ പെട്രോൾ വരുന്നത് ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു ചെറിയ നീഡിൽ വഴിയാണ്. കരടതിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പെട്രോൾ ഓവർഫ്ലോ എന്ന് പറഞ്ഞ സംഭവം, അപ്പോൾ ഓവർഫ്ലോ ആയിട്ട് എണ്ണ പോകുമെന്നൊക്കെ നമ്മൾ വർഷത്തിൽ വരുമ്പോൾ പറയും. അപ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് എന്ത് കരടയിൽ കുടുങ്ങുമ്പോഴാണ് ഇങ്ങനെ ഓവർഫ്ലോ വരുന്നത്. അപ്പോൾ അതൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്താൽ റെഡിയാവും. നമുക്ക് കഴിഞ്ഞാൽ അടുത്തത് പഠിക്കാനുള്ളത് എന്താ വെച്ചാൽ ഈ 2 ജെറ്റ് അഴിക്കണം. ഈ ജെറ്റ് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ പെട്രോൾ കിട്ടാതെ വരും, വണ്ടി മിസ്സിങ് ആവും, അങ്ങനത്തെ ഓരോ കംപ്ലൈന്റുകളും ആവാറുണ്ട്. നമ്മൾ ഈ ജെറ്റൊക്കെ അഴിച്ചു നോക്കണം. ജെറ്റിൻ്റെ അത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ജെറ്റൊക്കെ അഴിച്ച് നമുക്ക് ക്ലീൻ ചെയ്താലേ വണ്ടി സ്മൂത്ത് ആകത്തുള്ളൂ. പിന്നെ ഇത്ര കാലം നിർത്തിയിട്ടുകൊണ്ട് എന്തായാലും നമുക്കത് ക്ലീൻ ചെയ്യേണ്ടി വരും. ഹോൾസൊക്കെ അടഞ്ഞു കിടക്കുന്നു, അതൊക്കെ ഒന്ന് അഴിച്ച് വൃത്തിയാക്കേണ്ടി വരും. നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വണ്ടിയിൽ പ്ലഗ് ഇല്ല, നമ്മളിപ്പോൾ ഒരു പ്ലഗ് ഫിറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് ഫിറ്റ് ചെയ്ത് നോക്കാം നമുക്ക്.
താഴെ നമ്മൾ ത്രൂ കൊടുത്തിട്ട് ഇപ്പോൾ ഷോർട്ടാക്കിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കോൾഡ് സ്റ്റാർട്ടിംഗ് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ TVS ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ ജയ്മോനും അതുപോലെ തന്നെ ജയ്മോൻ ശിശുമാരായ 2 സുഹൈൽ, ഇൻഷാദാണ്. ഇനി മുന്നോട്ടും ഇതേ വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ ബൈക്കിന്റെ പല വർക്കുകളായിട്ടുള്ള വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഈ ബൈക്ക് ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചു തരികയാണ്.